ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വേറെയാണ്. ഞാനിന്നിപ്പം 3-4 ദിവസമായിട്ട് മെറിൻ്റെ വീട്ടിലാണ്, എറണാകുളത്താണ്. അപ്പം നമ്മുടെ എൽനാക്കുട്ടിക്ക് പനിയൊക്കെ ആയിരുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അങ്ങനെയാണ് വന്നത്. ഇപ്പം ഓക്കെ ആയി വരുന്നു. ഇപ്പം വീട്ടിലാണ്. എന്തുവാ പറയുന്നൊന്നും പിടിക്കുന്നില്ലേ? അപ്പം ഇവിടെ വന്നപ്പോഴേ നമ്മുടെ കൊച്ചു കൊച്ചു ജോലികളൊക്കെ ഉണ്ടല്ലോ, വീട്ടിലാണെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കരുതി കുറേ ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അതിനകത്തൊക്കെ കുറച്ച് മണ്ണും അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം കുറച്ച് വളമൊക്കെ സുബിന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് ചെടികൾ നടണം. ഈ വഴക്കുണ്ടാക്കി നിനക്ക് അടിയുള്ളൂ. അപ്പം കുറച്ച് പച്ചക്കറികളും ഒക്കെ നടാമെന്ന് കരുതി. അപ്പം നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുറേ നാളായിട്ട് വിചാരിക്കുന്നൊരു കാര്യമാണ് മമ്മിയുടെ വരുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് കൃഷിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണമെന്നുള്ളത്. അപ്പം സ്വന്തമായിട്ട് ഇപ്പം എന്താണ് ചെറിയൊരു മുളക് പോലും കിട്ടിയ അത്ര ആവട്ടെ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചാണ് തുടങ്ങുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ മെറി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവള് വഴക്കാണല്ലോ. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ മെറിന് ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് കൊടുത്ത് വിട്ടതുണ്ട്, അല്ലാതെ ഇവിടെ ആക്കി വെച്ചതുണ്ട്. രണ്ടുപേരും ഇപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. അപ്പോൾ സുബിനും മെറിനും നല്ല ഇൻട്രസ്റ്റഡ് ആണ് ചെടികളൊക്കെ നടുന്നത്. അപ്പം ഇനി കുറച്ചുകൂടെ നല്ല രീതിയിൽ വിപുലീകരിക്കണമെന്ന് അവർക്കൊരാഗ്രഹം. അപ്പം മമ്മിയും കൂടെ വന്നതല്ലേ, എങ്കിൽ ഇപ്പം അതങ്ങ് മുതലാക്കാം. പണ്ട് മമ്മി പറയുന്നു രാവിലെ എഴുന്നേറ്റ് ഓരോന്നിന്റെയും വളർച്ചയൊക്കെ കാണുമ്പോൾ അതിന്റെ ഒരു സന്തോഷം വേറെയാണ്. ഇപ്പം ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓരോ ചെടീന്റെ ഇലയും അതാ ഞാൻ പറഞ്ഞത്, സ്വന്തമായിട്ട് ചെയ്തെങ്കിലേ അതൊക്കെ മനസ്സിലാകത്തുള്ളൂ, ആ സന്തോഷമൊക്കെ. അതൊക്കെ വളർന്നു വരുന്നത് കാണാൻ പ്രത്യേക സന്തോഷമാണ്. അപ്പം മെറിൻ്റെ കുറച്ച് ചെടികളും കുറച്ച് പച്ചക്കറി കൃഷികൾ അതൊക്കെ കാണുമ്പോൾ ചിരിക്കരുത് ആരും. ചെടികൾ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. ഈ എല്ലാ കൊച്ചങ്ങ് ഭയങ്കര വഴക്കാളിയായിട്ട് വരിക. അപ്പം അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ തന്നെ മെറിനാവുന്ന രീതിയിൽ മെറിനും കുറേയൊക്കെ ചെടികൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സിറ്റൗട്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന കുറച്ച് ചെടികൾ, പിന്നെ മുറ്റത്തും കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വളർന്ന് നിൽപ്പുണ്ട്. ഇപ്പം മെറിൻ നാട്ടിലാകുമ്പോൾ സുബിൻ ഇവിടെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ വളവും വെള്ളമൊക്കെ അത്യാവശ്യം കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പാം നിൽപ്പുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വളർന്ന് നിൽപ്പുണ്ട്. അതിൻ്റെ ചുവട്ടിലും കുറേ തൈകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ തൈകളിങ്ങനെ പൊട്ടി മുളച്ച് വരുന്നുണ്ട് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു, എല്ലാം വെട്ടിക്കളഞ്ഞായിരുന്നു പാല് കാച്ചിൻ്റെ സമയത്ത്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തെറ്റി 2 ടൈപ്പ് തെറ്റി നട്ടിട്ടുണ്ട്. പിന്നെ കുറേ ചെടികൾ മുറ്റത്ത് ഇങ്ങനെ വേറെ നിൽപ്പുണ്ട്. നമ്മൾ കുറേ ഹാങ്ങിങ് പോട്ട്സും നമ്മൾ നട്ടിട്ടുണ്ട്. ഇപ്പം കലീഷ്യ, അതുപോലെ തന്നെ വാണ്ടറിങ് ജൂ, ടാങ്കിൾഡ് ഹാർട്ട്, ടേർട്ടിൽ വൈൻ, അങ്ങനെ എല്ലാം നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം വളർന്നു വരുന്ന ആ ഒരു സ്റ്റേജിൽ നിൽക്കുവാണ്. അപ്പോൾ എല്ലാം പോയ സമയത്ത് എല്ലാം കരിഞ്ഞു പോയായിരുന്നു, വീണ്ടും ഒന്നേ തുടങ്ങിയിരിക്കുകയതല്ല. അപ്പോൾ ഇത് നമ്മളുടെ ഒരു വെർട്ടിക്കലാണ്. ഭിത്തിയിൽ തന്നെ നമ്മൾ പൈപ്പ് കൊണ്ടാണ് ചെയ്തേക്കുന്നത്. നല്ല രസമാണ് ഇതിങ്ങനെ ചെയ്തേക്കുന്നത് കാണാൻ. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണം, ഇത് ഫില്ല് ചെയ്യുകയും വേണം. ഇത് നേരത്തെ ഉണ്ടല്ലോ നല്ലതുപോലെ നിറഞ്ഞ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ അങ്ങ് ഉണങ്ങിപ്പോയി, നല്ല ചൂടൊക്കെ ആയിരുന്നപ്പോഴേ കുറേ ഉണങ്ങിപ്പോയി. പിന്നെ വീണ്ടും നിറച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. അപ്പം വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് ഇതൊക്കെ പുതിയ മണ്ണിനകത്ത് വളമൊക്കെ ഇട്ട് പിന്നെ ചെടികളൊക്കെ ആക്കിക്കൊണ്ട് വന്നതാണ്. അതൊക്കെ നന്നായിട്ട് ഇരിപ്പുണ്ട്. ഇതെല്ലാം ഇനി ചെയ്യാനുള്ള കേട്ടോ. അതിനകത്ത് എല്ലാം ചെടി ഉണ്ടായിരുന്നതാണ്, എല്ലാം നശിച്ചു പോയി. ഇതെല്ലാം ഒന്നേന്ന് മണ്ണ് നിറച്ചിട്ട് നമുക്ക് ചെടിയൊക്കെ നടാം. അപ്പോൾ കുറച്ച് ചെടിയൊക്കെ നല്ല ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെയൊക്കെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, നല്ല സഹകരണവും സ്നേഹമൊക്കെയാണ്. അപ്പം അവർ കുറച്ച് ചെടിയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കൂടാതെ ഇവിടുത്തെ ചെടിയും കൂടെ നമുക്ക് നടാമെന്ന് കരുതേണ്ട. കറിവേപ്പുണ്ട്, ഇതെല്ലാം ഇന്ന് നടാനായിട്ടുള്ളതാണ്. പുതിനയിലയുണ്ട് കണ്ടോ, പുതിനയില, പിന്നെ കലാത്തിയ ചെടികൾ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്കിന്ന് നടണം. പിന്നെ അലോവേര എല്ലാം നടാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, സ്നേഹത്തിൻ്റെ കൂടുതലാണ് ഈ ഇരിക്കുന്നതൊക്കെ. നമ്മുടെ അടീനിയൊക്കെ ചട്ടിയോട് ഇത് തന്നിരിക്കുക. അപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും ഉണ്ടല്ലോ, നമ്മുടെ അയലത്തുകാരുമായിട്ടൊക്കെ നല്ലൊരു സ്നേഹവും സഹകരണവും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. വെർട്ടിക്കലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഗ്രില്ലിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. നമ്മളെല്ലാം നെറ്റ് അടിച്ചേക്കുക അല്ലേ, ഇവിടെ ഫുള്ള് നെറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേളത്തെ ലെയറിൽ നമ്മൾ ടാങ്കിൾഡ് ഹാർട്ട് വെച്ചിട്ടുണ്ട്.
അല്ലേ? പിന്നെ അടുത്ത ലെയറിൽ നമ്മൾ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചെടിയുടെ പേര് എനിക്കറിയത്തില്ല. ഇങ്ങനെ 3 ലെയറായിട്ട് ഇത് ഫുൾ ആക്കണമെന്നാണ് ആഗ്രഹം. അതെല്ലാം അങ്ങനെ വെക്കാം. ഈ ഭാഗം മാത്രം ഇത്രയും ചെയ്യാം. ഈ ഒരു സ്ക്വയറിനകത്ത് ഇതേപോലെ ചെയ്താൽ നല്ല രസമായിരിക്കും. പിന്നെ ഇങ്ങോട്ടൊക്കെ ഒരു ചട്ടിക്കകത്ത് കോവലോ പയറോ ഒക്കെ പടർത്തി വിടാന്നുണ്ടെങ്കിൽ ഈ കമ്പിയിലോട്ട് അങ്ങ് വളർന്നോളും. നമ്മുടെ അപ്പുറത്തെ ചേച്ചിയാണ് അത് കേട്ടോ. ആ ചേച്ചിയാണ് ചെടിയൊക്കെ തന്നത്. പിന്നെ അവിടെ കുറച്ച് അവർ വീടൊക്കെ വെക്കുമ്പോൾ മണ്ണുണ്ടായിരുന്നു. അപ്പം കുറച്ച് മണ്ണൊക്കെ തന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെടിയൊക്കെ നടാനായിട്ട് പോകുന്നത്. പിന്നെ നമുക്ക് ബോഗൻവില്ല നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കമ്പായിട്ട് കൊണ്ടുവന്നതാണ്. കിളിച്ച് വരുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഇത് 2 ബോഗൻവില്ലയുടെ കമ്പാണ്. പിന്നെ മുളകിൻ്റെ ഒരു തൈ. ഒരു തൈ അല്ല, 3-4 തൈ ഉണ്ട്. കുറേ പേരുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അത് ഇതിന് കുരുടുപ്പൊന്നും ഇല്ലാതെ വരുന്നുണ്ട് കേട്ടോ. പച്ചക്കറി മുളകാണിത്. തൊട്ടപ്പുറത്തെ കാന്താരി ഉണ്ട്, അതിന് കുരുടുപ്പ് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഞ്ഞ ഇലകളൊക്കെ അങ്ങ് ഉള്ളിൽ മാറ്റി വെക്കുക. അപ്പം മഞ്ഞ നിറത്തിലുമൊക്കെ നിൽക്കുന്ന ഇലകളെയൊക്കെ നുള്ളി മാറ്റി ഇനി വരുന്നതൊക്കെ നിൽക്കട്ടെ. ഓക്കെ. അപ്പോൾ അവർക്കെല്ലാം ഇനിയും മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇച്ചിരിയുടെ വളമൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കണം. വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ പണിയായുധങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കൊള്ളാം, നല്ല അടിപൊളി സാധനം. ഇങ്ങനെ നമുക്ക് മണ്ണൊക്കെ ഇളക്കാം, ഇതുപോലെ ഇങ്ങനെ കൊത്തിയൊക്കെ ഇളക്കാം. പിന്നെ ഇത് നല്ലതാണ്. മണ്ണൊക്കെ ഇങ്ങനെ കോരാനും മണ്ണിളക്കാനും ഒക്കെ നല്ലതാണ്. വേപ്പിൻ പിണ്ണാക്കുണ്ട്. പിന്നെ കുറച്ച് ചെടിച്ചട്ടി വാങ്ങിയിട്ടുണ്ട് ഹാങ് ചെയ്തിടാനായിട്ട്. പിന്നെ അത് ചകിരിച്ചോറ് ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് ചാണകപ്പൊടി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇരിപ്പുണ്ട്. മണ്ണെടുത്തുകൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളത് തന്നെയെല്ലാം മണ്ണ് ഒരുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാം വലിയ ചട്ടികളാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കോവലിൻ്റെ കമ്പൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ടൊക്കെ നമുക്ക് പടർത്താം. പക്ഷേ എങ്കിൽ ഈ മണ്ണെല്ലാം ഇനി തട്ടിയിടണം. എന്നിട്ട് വളമൊക്കെ ഇട്ട് ഒരുക്കിയതിന് ശേഷം വേണം ഇനി നമുക്ക് അടുത്ത ചെടി നടാനായിട്ട്. ഉണ്ടോ, വലിയ ചട്ടികളാണ്. വേണമെന്നുണ്ടെങ്കിൽ ഒരു വാഴയോ ചേനയോ ഒക്കെ നടാവുന്ന രീതിയിലാണ് ചട്ടിയുടെ വലുപ്പം. അപ്പോൾ ഇവിടെ ഇരുന്ന കുറേ ചട്ടികളിനകത്ത് മണ്ണുണ്ടായിരുന്നു. അതും കൂടെ എൻ്റെ കൂടെ തട്ടിയിട്ടിട്ട് എല്ലാം കൂടെ വളമിട്ട് മിക്സ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ സുബിനും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോ വളവും അതിനകത്ത് ഇടാം സുബിനെ. അതുകൊണ്ട് കുറച്ച് ചാണകപ്പൊടിയാണ് അവിടെ ഇരിക്കുന്നത്. ചുറ്റിച്ചങ്ങിടും എല്ലാ സൈഡിലും. ഒരു കപ്പ് കൂടെ കോരിയല്ലേ. അപ്പോൾ ഒരു കപ്പ് കൊക്കോ പീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് വേപ്പിൻ പിണ്ണാക്കും കൂടെ ആണേ. 1/2 കപ്പ് വേപ്പിൻ പിണ്ണാക്കും കൂടെ നല്ല ചെതറി അങ്ങോട്ടിട്ടിട്ട് നമുക്ക് മണ്ണ് മിക്സ് ചെയ്യാം. ആയുധം അങ്ങനല്ല. ഇപ്പം എല്ലാം വളവും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇളക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അരിഞ്ഞ് ഇപ്പോൾ നമ്മൾ പിള്ളേർക്ക് ഇത് കാണിച്ചു കൊടുക്കാം. ആദ്യം കാണിച്ചു കൊടുത്താൽ പിന്നെ അവരങ്ങ് ചെയ്തോളുമല്ലോ. അത് വലിയ കല്ലുകളൊക്കെ ഉണ്ട്. ഇവിടെ തൂത്ത കരിയിലയും ഒക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മണ്ണ് മിക്സ് ചെയ്യണം. അപ്പം ചെടിച്ചട്ടിയിൽ നിന്നൊക്കെ പറിച്ച പുല്ലുകളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം അതിനകത്തോട്ട് കിടന്നോട്ടെ. ഇനി അപ്പുറത്തെ സൈഡിലോട്ട് ഇരുന്നിട്ട് ഇനി അങ്ങോട്ടും കൂടെ അതിന് മറിച്ചിടണം.
അപ്പോൾ കുമ്മായം ഒന്നുമില്ല ഇടാനായിട്ട്. അപ്പം നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങ് പോവുക. ഓക്കെ, ഇത് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തേക്കാം, പുതിയ മണ്ണല്ലേ. ഇച്ചിരി വെള്ളമൊക്കെ തളിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് മണ്ണ് ഇളക്കി കൊടുക്കണം. ഓക്കെ, മതി സുഖനെ. വളം കുറച്ചുകൂടെയൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കൈവശം ഉള്ളതനുസരിച്ച് നമുക്ക് ഇടാൻ കേട്ടോ. മണ്ണ് ഇടുമ്പോഴുണ്ടല്ലോ കല്ലൊക്കെ അങ്ങ് മാറ്റിയിട്ട്, വലിയ കല്ലൊന്നും വേണ്ട. നെല്ലേ സുനെ, വലിയ അടിയിലത്തെ കല്ല് ഇങ്ങനെ കിടന്നോട്ടെ, വെള്ളമൊക്കെ നല്ല ഡ്രെയിനേജ് ഉണ്ടാവാനായിട്ട് അടിയിലോട്ട് കിടന്നോട്ടെ. ഇത് കോരി എന്ത് ചെയ്യും? ആദ്യം നമുക്ക് മണ്ണൊക്കെ നിറച്ച് വെക്കാം. എന്താ നട്ടാൽ പോരെ? നിങ്ങളുടെ സൈഡിൽ കിടക്കുന്ന കല്ലൊക്കെ വരെയുണ്ട് അടി. പിന്നെ വീട്ടിലുണ്ടാകുന്ന ഉള്ളിത്തോല്, അതുപോലെ എന്തോ വെളുത്തുള്ളിയുടെ തോല്, മുട്ടത്തോട് എല്ലാം നമുക്ക് ചെടിക്കകത്ത് കൊണ്ടുവന്ന് ഇടാം. വീട്ടിലെ വളങ്ങൾ തന്നെ മതി പച്ചക്കറികൾ ഉണ്ടാക്കാനായിട്ടേ. ഒരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങളൊക്കെ മതി. അപ്പോൾ ഈ മണ്ണൊക്കെ കണ്ടില്ലേ, നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണ്. ഇതിനകത്ത് മുട്ടത്തോടും വീട്ടിലെ വേസ്റ്റുകളും എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ നല്ല വളക്കൂറായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ മണ്ണും കൂടെ കുറച്ച് അതിനകത്തോട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ മണ്ണും കൂടെ നമുക്ക് കണ്ട അടി വരെ അങ്ങ് മുട്ടത്തോടും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. കഴിക്കുന്ന മുട്ടയുടെ തോടെല്ലാം പൊടിച്ചതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ആ മണ്ണിനകത്തോട്ടും കൊണ്ടിടാം. മണ്ണൊക്കെ നല്ലതുപോലെ ഇളക്കാൻ പഠിക്കും. ഇപ്പം ജോലി മാത്രമല്ല, കൊച്ചുങ്ങൾ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ചില സമയത്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കണം എല്ലാവരും. ഓഫീസിലാണെങ്കിൽ ഒരിടത്ത് ഇരുന്നുള്ള പണിയല്ലേ. ഇരുന്നുള്ള പണിയല്ലേ ഉള്ളൂ. അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്കും കാലിലും കൈക്കൊക്കെ നല്ല ആരോഗ്യം കിട്ടും. അതെ അതെ, നമ്മൾ ഇച്ചിരി സ്ഥലത്ത് ഇത്രയൊക്കെ ചെയ്തെടുത്തില്ലേ. ഇനിയും കുറേ ചട്ടികളുണ്ട്. നല്ല പണിയായിപ്പോയി. നല്ല ഇൻട്രസ്റ്റ് ആയി ഇപ്പം സുമനെ അല്ലേ ഇതൊക്കെ ചെയ്യാനായിട്ട്. നിന്നറിനെ കൂടെ ഇതിനകത്തോട്ട് കൊണ്ടുവരണം അല്ലേ സുമനെ? സമയം കിട്ടില്ലെന്നേ ഉള്ളൂ. സമയമൊക്കെ നമ്മൾ കണ്ടെത്തുന്നതാണ് തന്നെ. എന്ത് വേണമെങ്കിലും ചെയ്യും. ഉറങ്ങിക്കിടക്കുമ്പോൾ ഒക്കെ വല്ലതും ചെയ്താലും അല്ലെങ്കിൽ നിർബന്ധമൊക്കെയാ. പിന്നെ ഒരാൾ പഠിക്കുമ്പോൾ ഒരാൾ എന്തെങ്കിലും ജോലി ചെയ്യുക, അതേ നടക്കത്തുള്ളൂ. അതേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇരുന്ന ഒരു ചട്ടി ഞാൻ കാണിച്ചായിരുന്നല്ലോ ഈ ചട്ടീനെ. അപ്പം ഈ ചട്ടിയിലെ മണ്ണെല്ലാം നമ്മൾ തട്ടിയിട്ട് വീണ്ടും അതിനകത്ത് വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും എല്ലാം ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നടുക്കൊരു കുഴി എടുത്തിട്ട് നമ്മൾ എന്ത് നടാനാണെന്നറിയാമോ? ഒരു ബോഗൻവില്ല ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്, അത് നടാനാണ്. അപ്പം വാങ്ങിച്ചപ്പം നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബോഗൻവില്ല ഇതാണേ, നല്ല ഇഷ്ടംപോലെ കട്ട പൂവൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും. അപ്പം ആ പൂവൊക്കെ പോയിട്ട് ഇനി പുതുതായിട്ട് പൂക്കളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ചെടിയാണ് നമ്മളിതിനെ അകത്തോട്ട് ഇറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനെ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്യാം. അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ചെയ്യാം. അപ്പം കവറങ്ങ് കളഞ്ഞിട്ടേ നമുക്കതുപോലെ ഇറക്കി അങ്ങോട്ട് വെക്കാം. അപ്പം എന്തായാലും ഇതിനകത്തോട്ട് സ്വല്പം കൂടെ വേപ്പും പിണ്ണാക്കും ചാണകപ്പൊടിയും കൂടെ നമുക്ക് ഇടാം. ഒരു കൊച്ചു പിടി വേപ്പും പിണ്ണാക്ക് ഇട്ടിട്ടുണ്ട്, നല്ല വേപ്പും പിണ്ണാക്ക്. സ്വല്പം ചാണകപ്പൊടിയും കൂടെ അതിനകത്തോട്ടിട്ടിട്ട് നമ്മുടെ ബോഗൻവില്ല ചെടീനെ കവറിൽ നിന്ന് മാറ്റിയിട്ട് അതേപോലെ അങ്ങ് വെക്കുക. ഉണ്ടോ?
ഇങ്ങോട്ട് ആ മേലത്തെ മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നമ്മുടെ മണ്ണിട്ട് നന്നായിട്ടങ്ങ് വെക്കാം. അതെ, സ്ഥലം മാറിയത് ആരും അറിഞ്ഞിട്ടില്ല. അപ്പം നല്ല വെയിലുള്ള ഭാഗത്ത് വേണം അത് വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ നല്ല വെയിൽ കിട്ടുന്നൊരു ഭാഗത്തോട്ട് വെച്ചിരിക്കാം. എന്നിട്ട് അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ കുറേ പണികളുടെ ചെയ്ത് അവസാനത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ കുറേ ചെടി നട്ടല്ലേ, ഇരിക്കുന്ന മൊത്തം നമ്മൾ നട്ടതും ഇനി കുറച്ച് നടാനിരിക്കുന്നതൊക്കെയാണ്. ഇനി വൃത്തിയാക്കലും കാര്യങ്ങളോടൊക്കെ കഴിയുമ്പോഴത്തേക്കും ഫുള്ള് റെഡി ആവുന്നതായിരിക്കും. കൊള്ളാം അല്ലേ? എല്ലാം നട്ട് സെറ്റ് ചെയ്ത് വെക്കണം. ഇനി ആ പരിപാടി കൂടെ ഉള്ളൂ. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ട് അല്ലേ, പയറൊക്കെ വിത്തുകൾ ഒരുപ്പിരിയാം. അപ്പം നമ്മുടെ ഇന്നത്തെ പണി ഓക്കെ ആവും അല്ലേ? ഒന്നുകൂടെ കാണിക്കാം, എല്ലാം സെറ്റ് ചെയ്തിട്ട്. എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ കാണിക്കുക. അതെല്ലാം അതിൻ്റെ അതാത് സ്ഥാനങ്ങളിൽ കൊണ്ട് വെക്കണമല്ലോ. സുഖമൊക്കെ ഉഷാറായിട്ട് നിന്നില്ലേ? തെറ്റുകളൊക്കെ അങ്ങനെ വല്ല പണികളൊക്കെ ചെയ്യണമല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും ചെടികൾ ഹാങ്ങിങ് നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. ചെടികളെല്ലാം ആക്കിയിട്ടുണ്ട്. കുറേ ഗ്രോ ബാഗ് നമ്മൾ നിറച്ച് ചെടിയൊക്കെ ആക്കി കഴിഞ്ഞു. ഇനി കുറച്ച് നമ്മളുണ്ട് പച്ചക്കറികൾ നടാൻ കരുതിയ പയറുണ്ട്, ഉണ്ട് കുറ്റിപ്പയറുണ്ട്, അല്ലാത്ത വള്ളിപ്പയറുണ്ട്, പിന്നെ ഒരു ചോളമുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, 4 മണിയുണ്ട്. 4 മണി നടണോ? എല്ലാം നട്ടേക്കാം അല്ലേ? അപ്പം കുറ്റിപ്പയർ ഗ്രോ ബാഗിനകത്തോട്ട് 3 എണ്ണം വെച്ച് നടുകയാണ്. ഇനി 2-3 എണ്ണത്തിനകത്തോട്ട് വെണ്ടയ്ക്കയുടെ വിത്തുകൾ നട്ടോളാം. 2 എണ്ണം വെച്ച് നടുന്നുള്ളൂ. കൊച്ചു ഗ്രോ ബാഗാണേ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ മുളക് പാകി വെച്ചിരുന്നത് നമ്മൾ മാറ്റി നട്ടിരിക്കുന്നു. ചീര കുറച്ച് നട്ടിട്ടുണ്ട്, മുളച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ പയറൊക്കെ അവർ നട്ടിട്ട് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ട് അവരിങ്ങനെ കോലൻ മാതിരിയൊക്കെ നിൽക്കുക. അപ്പം ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ആരോഗ്യമായിട്ട് വളർന്നൊക്കെ വരണം. പിന്നെ ഇവിടെ നിന്ന് കുഞ്ഞ് തക്കാളി 2 തക്കാളി കുഞ്ഞുങ്ങളെ നട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാൻഡിൽ വെക്കാനായിട്ട് ചെടികളൊക്കെ ഇങ്ങനെ ആക്കി ഓരോ പോട്ടിനകത്ത് ചെടികളൊക്കെ ആക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ സിങ്കോണിയം അങ്ങനെ പല ടൈപ്പുള്ളതായ ചെടികളൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പണികൾ ഇത്രയായിരുന്നു. നല്ല പണിയായിരുന്നു കേട്ടോ. മമ്മി വിചാരിച്ചുകൊണ്ട് ഇത്രയൊക്കെ പെട്ടെന്ന് നടന്നു. എല്ലാവരും കൂടെ ഒക്കെ കൂടിയതുണ്ട്. ഒരാൾ മാത്രം ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും കൂടെ ഒക്കെ പരിശ്രമിച്ചതുകൊണ്ട് നടന്നു. ഇപ്പോൾ ഒരു വലിയ ചട്ടിക്കകത്ത് കറിവേപ്പ് നട്ടിട്ടുണ്ട്. 2 തൈകളാണ് ഉള്ളത്. നല്ലോണം നോക്കണേ പറഞ്ഞതൊക്കെ. ഉറപ്പാണല്ലോ. ഇപ്പോൾ ഡെയിലി എന്നെ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ അത് കാണിക്കണം. എനിക്ക് അതിൻ്റെ പ്രോഗ്രസ്സൊക്കെ ഒന്ന് അറിയണം കേട്ടോ. നോക്കട്ടെ. നോക്കിയാൽ മാത്രം പോരാ, ചെയ്യണം. ഇത് നമ്മുടെ പച്ചമുളകിൽ നിന്ന് കുറേ അങ്ങ് പറിച്ച് മാറ്റി കേട്ടോ, വേറെ നട്ടത്. അപ്പം 2 എണ്ണത്തിനകത്തോട്ട് 2 എണ്ണം നിർത്തിയിട്ട് അതിനെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് വെട്ടിയെടുപ്പിച്ച് കൊടുക്കണം. 2 എണ്ണം നിർത്തിയിരുന്നാൽ മതി. അപ്പോൾ ഇതാണ് കോവൽത്തണ്ട് നടാനായിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നല്ലൊരു വലിയ ചട്ടിയാട്ടോ, അത്യാവശ്യം നല്ലൊരു വലിയ ചട്ടിയാണ്. അപ്പോൾ ഇത് കോവൽത്തണ്ട് നടാനായിട്ടേ ഒരു ചട്ടി അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ചട്ടിയാണ്. അപ്പം ആ ചട്ടിയിൽ കോവൽ നാട്ടിൽ നിന്ന് വന്നെങ്കിലേ നടാൻ പറ്റൂ. ആ സമയം കൊണ്ട് നമുക്ക് കയ്യിരിക്കുന്ന ബാക്കി പയറിൻ്റെ വിത്തുണ്ട്, വെണ്ടയ്ക്കയുടെ വിത്തുകളുണ്ട്, അതൊക്കെ ഇതിനകത്തോട്ടൊന്ന് പാകി വെക്കാം. 4 മണിയുടെയും വിത്തുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം അതിനകത്തോട്ട് കിടക്കട്ടെ. അപ്പം കോവൽത്തണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വിത്തുകളൊക്കെ മുളച്ച് വരും. അപ്പോൾ അത് നമുക്ക് വേറെ ഗ്രോ ബാഗിനകത്തോട്ട് മാറ്റി നടാം. അപ്പം നമുക്ക് നാട്ടിൽ നിന്ന് കോവൽത്തണ്ടൊക്കെ കൊണ്ടുവരാം അതിന്. അപ്പം 2 ചട്ടിക്കകത്തോട്ടേ ഇച്ചിരി ഇഞ്ചിയും കൂടെ നട്ട് വെക്കാമെന്ന് കരുതി. അപ്പം എല്ലാം ഇരിക്കട്ടെ. പണ്ട് വാങ്ങിച്ചതാ, മുളയൊക്കെ വന്നങ്ങനെ ഇരിക്കുക. 3 പീസ് നട്ടിട്ടുണ്ട്. വലിയ ചട്ടിയാണല്ലോ, അപ്പം 2-3 പീസ് അങ്ങ് ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു ചട്ടിയും കൂടി ഇരിപ്പുണ്ട്.
അപ്പോൾ അതിനകത്തും കൂടെ നമുക്കൊരു 2 പീസ് ഇറക്കി വെക്കാം. അപ്പം പച്ചമുളകും പയറും വെണ്ടയ്ക്കയും എല്ലാം ആയിട്ടുണ്ടേ മരണേ. അതിനനുസരിച്ച് വെള്ളമൊക്കെ കൊടുക്കണേ. ഇത്രയും കൂടെ അധികം ഉണ്ട് ഇതിനകത്തോട്ടിരുന്നോട്ട്. ഇത്രയൊക്കെ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കാന്നുണ്ടെങ്കിൽ എങ്ങ് ഓടണ്ട. ഇച്ചിരി ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ വന്ന് ഇതിനകത്ത് നിന്ന് മാന്തി എടുത്താൽ മതി. ഈ വളമൊക്കെ ഇടുന്ന സമയമാകുമ്പോൾ മമ്മിയെ വിളിക്കാം. എന്നൊക്കെ ചെയ്താൽ മതി. ഇപ്പോൾ കണ്ട് നമ്മൾ കുറച്ച് പുതിനയും നട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ടീ ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അല്ലേ, ഇത് ടീയാ, പുതിന ടീ. പുതിന ടീ സൂപ്പറാണ്. കപ്പയുടെ തൈയും ഉണ്ടായിരുന്നു. കപ്പയുടെ തൈ ചരിച്ചാണ് നട്ടിരിക്കുന്നത്. ചരിച്ച് നടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഒരുപാട് പൊക്കം വെക്കാതെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ അത് പയ്യെ പയ്യെ ഇങ്ങനെ നൂന്നങ്ങ് വന്നോളും. അപ്പം അതിനെ നന്നായിട്ട് പരിപാലിച്ചെടുത്തോണം കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകളൊക്കെ കിച്ചണിൽ വരുമല്ലോ, അപ്പം അതൊക്കെ അതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉള്ളിയുടെ തോലും പച്ചക്കറി അരിയുന്ന തോലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മൂട്ടിൽ കൊണ്ടിട്ട് കൊടുക്കാം. അപ്പം ഇവിടെ എല്ലാം ഒക്കെ ഒരു പരുവാക്കി തന്നു. അപ്പം വീട്ടിൽ എന്തൊക്കെ ആക്കിയോ എന്തോ ദൈവത്തിനറിയാം. എന്തൊക്കെ നഷ്ടപ്പെട്ടോ എൻ്റെ പച്ചക്കറികളൊക്കെ എന്തോ ആയെന്നൊക്കെ ദൈവത്തിനറിയാം. ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ ഇനി അവിടെ ചെന്നിട്ട് കാണാം. എന്താ അങ്ങനെ നല്ലൊരു ടാസ്ക് ആയിരുന്നു അല്ലയോ? ഊപ്പാട് വന്നില്ലേ? നല്ല പണിയായിരുന്നു, കുഴപ്പമില്ല. എന്നാലും നട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതെ, കിളിപ്പിച്ചെടുക്കുന്നതിലാണ് കാര്യം. അതെ, എല്ലാം നന്നാക്കി എടുക്കാം. പിന്നെ ഇനി എല്ലാം നട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ അതെല്ലാം കരിഞ്ഞു കിട്ടും. പാട് വിട്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ നല്ല നാട്ടിൽ വരാതിരിക്കരുത്. പിന്നെ ഇത്രയും ചെയ്തപ്പോൾ ഒരു സന്തോഷം അല്ലേ? സന്തോഷം എന്നും ഉണ്ടാവട്ടെ. അതിൽ നിന്ന് നല്ല ഫലങ്ങൾ എടുക്കാനായിട്ട് സാധിക്കട്ടെ. ഇപ്പം നമ്മൾ പയറ്, വെണ്ട, മുളക് എല്ലാം നട്ടിട്ടുണ്ട്. തക്കാളി നട്ടിട്ടുണ്ട്. അപ്പം എല്ലാം നന്നായി വരട്ടെ. അതെ അതെ, എല്ലാം നന്നായി വരട്ടെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മെറിൻ്റെ വീട്ടിലെ ഈ പച്ചക്കറി കൃഷിയും അതുപോലെ ചെടികളുടെ കൃഷിയും ഒക്കെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.